ഹൈ മൈ ഡിയർ ഫാമേഴ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഡിയർ ഫാമേഴ്സ്, 2/10/2025 ബ്രോയിലർ ഫാം റേറ്റ് അപ്ഡേഷൻ കൂടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മൈ ഡിയർ ഫാമേഴ്സ്, ഇന്നത്തെ ഫാം റേറ്റൊക്കെ നോക്കുന്നതിന് മുമ്പ് നമ്മളൊരു ടിപ്സ് ആയിട്ട് ഉൾപ്പെടുത്തിയതെന്ന് വെച്ചാൽ തമ്മിലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് ബൾബ്, ഏത് തരം ബൾബ് യൂസ് ചെയ്യാനും നമുക്ക് നല്ല FCR കിട്ടുക, അതേപോലെ തന്നെ നല്ല ബോഡി വെയിറ്റ് കിട്ടുക എന്നതാണ് നമ്മൾ തമ്മിലിൽ കൊടുത്തത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ചില ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഇതിപ്പോൾ ഏത് ബൾബ് യൂസ് ചെയ്യുന്നത് അതും ഈ ഒരു FCR മതത്തിന് ബോഡി വെയിറ്റ് തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളത്. അപ്പോൾ മൈ ഡിയർ ഫാമേഴ്സ്, ഞാൻ ഇന്നത്തെ ഈ ഒരു ടോപ്പിക് ഇന്നത്തെ ഒരു സബ്ജക്റ്റ് ആക്കി എടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും പല ഫാമേഴ്സും മിസ്റ്റേക്ക് വരുത്തുന്നത് കണ്ടതുകൊണ്ടാണ്. ഇത് നമുക്കറിയാം, നമ്മൾ ബ്രൂഡിങ് ടൈമിൽ എല്ലാവരും ബൾബൊക്കെ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ ഒരു 10-20 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഷെഡ് നീളത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ അതിനിടയിൽ 1-2 ബൾബൊക്കെ പീസ് വെച്ചാൽ അത്ര അങ്ങ് മെയിൻ ചെയ്യാറില്ല. അത് മെയിൻ ചെയ്തിട്ടില്ല. എന്താണ് ഗ്രോത്തിനെ ബാധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ, അതായത് നമുക്ക് വൈകുന്നേരം ആ ഒരു സൂര്യനൊക്കെ അസ്തമിച്ച് ഇരുടാകുന്നൊരു സമയമുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ബൾബ് ഫീസ് അടിച്ച ബൾബിൻ്റെ തൊട്ട് താഴെ കോഴികളുണ്ടെങ്കിൽ ചിലപ്പോൾ സംഭവിക്കുക അവിടെ ഇരുന്ന ഇരിപ്പിൽ അവിടെ നാളെ രാവിലെ വരെ അവിടെ ഇരിക്കും. അങ്ങനെ അതല്ലെങ്കിൽ ചിലപ്പോൾ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ആക്റ്റീവൊക്കെ ഉള്ള ബാച്ചാണ് എന്താ സംഭവിക്കുക, എവിടെയാണോ വെളിച്ചുള്ളത് അവിടത്തേക്ക് എല്ലാ കോഴികളും മാറിയിരിക്കും. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക, നമുക്ക് ഏകദേശം ഒരു 12 മണിക്കൂറോളം കോഴികളിങ്ങനെ തിങ്ങിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കവിടെ ആ ഒരു സ്പേസിൻ്റെ പ്രശ്നം വരുന്നുണ്ട്. സ്പേസിൻ്റെ പ്രശ്നം വരുമ്പോൾ നമുക്കറിയാലോ അതിൻ്റെ ഗ്രോത്തിനെ ബാധിക്കും. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അവിടെ ഇരുത്തായിരിക്കും, അത് ഫീഡ് എടുക്കുന്നതും വെള്ളം കുടിക്കുന്നതും കുറയും. പിന്നെ എന്താ സംഭവിക്കുക വെച്ചാൽ നമ്മൾ ലിറ്റർ വെറ്റാൻ ചാൻസ് ഉണ്ട്. അത് ലിറ്റർ എങ്ങനെയാണ് വെറ്റാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ കോഴികളും ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കുമ്പോൾ അവിടെ കാഷ്ടത്തിൻ്റെ ആ ഒരു ലോഡ് കൂടും. തീർച്ചയായിട്ടും അവിടെ അമോണിയയുടെ സാന്നിധ്യം കൂടും. രാവിലെ നമ്മൾ ചെന്ന് നോക്കുമ്പോൾ ഫാം ഇങ്ങനെ വൃത്തിയിൽ നിന്നല്ല, ആകെ നനഞ്ഞ് വൃത്തികേടായിട്ടുണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് വയറിളക്കത്തിലേക്കൊക്കെ എത്തിക്കും. പിന്നെ അത് ഗ്രോത്തിനെ ബാധിക്കുന്നത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, നമ്മൾ പകൽ സമയത്ത് എങ്ങനെയാണോ ആ ഒരു കണ്ടീഷൻ അതേ രൂപത്തിൽ തന്നെ നമ്മൾ മാക്സിമം ലൈറ്റുകളൊക്കെ കൊടുത്ത് രാത്രിയും നമ്മൾ മാക്സിമം വെളിച്ചം ഫാമിന് ഉറപ്പ് വരുത്തുന്നത്. ഫാമിൻ്റെ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം മുതൽ അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴാണ് കോഴികൾ നല്ല ആക്റ്റീവായിരിക്കുക. പകൽ സമയത്ത് പോലെ തന്നെ ഫീഡ് എടുക്കുകയും വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യും. ഇനി നമുക്കൊരു 35 ദിവസമൊക്കെ ഒരു 2 കിലോ 2,200 ആയി ആ ഒരു സമയത്ത് നമുക്ക് കോഴി പിടിക്കാനൊക്കെ കുറച്ച് ലേറ്റ് ആകുന്ന സമയത്ത് ചിലപ്പോൾ നമുക്കൊരു അറ്റാക്കിൻ്റെ പ്രശ്നം വരാറുണ്ടല്ലോ. അങ്ങനത്തെ സാഹചര്യങ്ങൾ നമ്മൾ രാത്രി ഒരു 3-4 മണിക്കൂർ ലൈറ്റ് ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഗ്രോത്തിനെ ബാധിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഇങ്ങനെയാണ് ഇത് FCRനെ ബാധിക്കുന്നത്. അപ്പോൾ മൈ ഡിയർ ഫാമേഴ്സ്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു ബാച്ചിൽ 2 ദിവസം നൈറ്റ് ലൈറ്റ് ഓഫ് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ പറയുന്നു, ആ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് മൊത്തത്തിൽ നോക്കുമ്പോൾ 2 ദിവസത്തെ ഗ്രോത്ത് കുറവുണ്ടാവും. അപ്പോൾ ഇതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാം. മൈ ഡിയർ ഫാമേഴ്സ്, ഈ ഒരു വെളിച്ചവും അതുപോലെ തന്നെ ഈ ഒരു ബൾബും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ അതും ബോഡി വെയിറ്റും FCR എങ്ങനെയാണ് കണക്റ്റഡ് ആയത് നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ മൈ ഡിയർ ഫാമേഴ്സ്, ഇന്നത്തെ ഫാം റേറ്റൊക്കെ എങ്ങനെ വന്നേക്കുന്നത് നോക്കിയിട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം.